Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും നല്ല നാടൻ രുചിയിലുള്ള വറുത്തരച്ച നാടൻ കടലക്കറിയാണ് കേട്ടോ. ഇത് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് രാവിലെയാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെ ഞങ്ങൾ കൂട്ടുന്നുള്ളത്. പുട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അത് ഒരു തവണയെങ്കിലും കഴിച്ചവർക്കേ അതിൻ്റെ രുചി അറിയുള്ളൂ. രാത്രി നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്, രാത്രിയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കുബൂസിൻ്റെ കൂടെയാണ്. അത് അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് കടലയാണ് ഞാൻ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കുതിർന്ന് കെട്ടിയിട്ടുണ്ട്. അതിനെ ഞാനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1.5 കപ്പിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5-6 വിസിൽ വരെ വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ആ ടൈമിൽ നമ്മൾക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് കൊത്തമ്പാരിയില്ലേ, മല്ലിയാണ്, കൊറിയാൻഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് പെരുംജീരകയില്ലേ, നല്ല ജീരകം, ഫെനൽ സീഡ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പോലെ റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതും കൂടി നമ്മൾക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ വെളിച്ചെണ്ണയില്ലേ, തേങ്ങെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം റോസ്റ്റായി കിട്ടണം. അത് മൊത്തത്തിലായിട്ട് നമ്മൾക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം, വറുത്തെടുക്കാം. ഇത് വറുത്തരച്ച കറിയല്ലേ, അപ്പോൾ ഇതൊക്കെ കൂടി വറുത്ത് അരക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. മല്ലീൻ്റെയൊക്കെ ആ സ്മെല്ല് കൂടി ഭയങ്കരത്തിൽ നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പച്ചമുളകില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത്ര തന്നെ മതിയാവുന്നുണ്ട്, നല്ല എരിവ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ആൻഡ് ബ്രൗൺ കളറായിട്ട് നല്ല പോലെ വറുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിനെ നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ അത് തണുക്കട്ട് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, തേങ്ങ എണ്ണ. അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് കേട്ടോ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനിവിടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് അത് കറി വെച്ചിട്ടാകുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതാ നല്ല പോലെ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടൊമാറ്റോ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. ടൊമാറ്റോ നമ്മൾക്ക് ഹാഫ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 3 പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല അതിൻ്റെ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ കിടന്നിട്ട് ഇതിൻ്റെ മസാലയും ഉപ്പൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് നല്ലോണം പിടിച്ച് കിട്ടണം. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പൊന്നും ഇടാതെയാണ് കടല വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ബാക്കി കുറച്ചുകൂടി ഒഴിച്ചെടുത്തിട്ട് അതിനെ അവിടെ മൂടി വെക്കാം. ആ ടൈമിൽ നമ്മളുടെ ഈ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും മല്ലിയുടെ കൂട്ടിലെ അത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. അതിൻ്റെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് വരാം. അപ്പോൾ ഒരിക്കലും ഇത് ചൂടോടെ അരച്ചെടുക്കരുത്. അപ്പോൾ ഇങ്ങനെ മൂടൊക്കെ ഇങ്ങനെ
ഓപ്പൺ ആയിട്ടൊക്കെ പോവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് നല്ല പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ഇത് നല്ല പോലെ ഇതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾക്ക് ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് ഒരിക്കലും ഈ കടലക്കറി വെച്ചിട്ടാകുമ്പോൾ നല്ലോണം ലൂസായിട്ടൊന്നും പോവില്ല. ഇത് തണുക്കും തോറും കട്ടി കൂടി മാത്രമേ പോവാറുള്ളൂ. എനിക്ക് എല്ലാത്തിലേക്കും തേങ്ങ കൂടുതലാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചുകൂടി 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തന്നെ നല്ലോണം കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കുമ്പോൾ കൂടുതൽ കട്ടിയാവണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നില്ലേ, എളുപ്പത്തിൽ നമ്മൾക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ ഇത്. കടലക്കറി ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചവരെ പിന്നെ ഇങ്ങനെയല്ലാതെ ഒരിക്കലും ഉണ്ടാക്കൂല. രാവിലെ ആയപ്പോഴും കറി പകുതിയും കഴിഞ്ഞിരുന്നു. എന്നിട്ടും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഞാൻ പുട്ട് ഉണ്ടാക്കി. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നമ്പർ 1 ആണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. അതിൻ്റെ രുചി വൈകുന്നേരം ആയാലും പോവില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. വൈറ്റ് റൈസില്ലേ, ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് ഈ കടലക്കറി. ഇവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.